2024 ഇലക്ഷനെ കുറിച്ച് ഇപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത്? ഇജ്ജ് വോട്ട് ചെയ്യല്ലോ? ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ചോദിക്കല്ലേ മറ്റേ പാർട്ടിക്കാരൊക്കെ വന്നിട്ട് അയ്യ എന്താ വോട്ട് ചെയ്യാത്ത? എന്താ താല്പര്യമില്ല? പാർട്ടിക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ തീരുമാനമാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയോ, ഇപ്പോൾ എലക്ഷൻ്റെ സമയത്ത് പല പല രീതിയിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടിട്ടില്ലേ? ഓരോരുത്തർ പുറത്തിറങ്ങിയിട്ട് അതേപോലെ തന്നെ റോഡ് ഷോ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറേ ആൾക്കാർ ചെയ്യണ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒക്കെ സമയത്ത് ഇപ്പോൾ ചൈന എന്ന് പറയുന്ന വലിയൊരു രാജ്യം, ചൈന എന്ന് പറയുന്ന രാജ്യം കേട്ടിട്ടുണ്ടല്ലേ? ഇപ്പോൾ ടോപ്പാണ്. അപ്പോൾ ഈ ചൈന എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ എലക്ഷനിൽ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യം എന്താ അറിയോ? എലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് AI കോണ്ടൻസ് വെച്ചിട്ടാണ് ചൈന കൂടുതൽ ഇപ്പോൾ മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിനെ കൂടാതെ തന്നെ ഇപ്പോൾ US, സൗത്ത് കൊറിയ ഇവിടെയൊക്കെ നടക്കാൻ പോകുന്ന എലക്ഷനിൽ ചൈനയുടെ വൻ ലെവലിലുള്ള സ്വാധീനം ഉണ്ടാവും. അതും AI കോണ്ടൻസ് വെച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറയുക, ടെക്നോളജീൻ്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ ഇപ്പോൾ ഓഫീസ് വർക്കുകളുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും എന്തിനും ഒരു റോബോട്ടിനെ വരെ AI രൂപത്തിലാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ എലക്ഷനിൽ വരെ AI കൊണ്ടുവരുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടാവുമെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുമോ? കാരണം നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റും ഇതെങ്ങനെ എത്രത്തോളം ഉണ്ടെന്ന്. എന്നോട് ആര് പറഞ്ഞു മനസ്സിലാവില്ല എന്ന്? ഈ ഇപ്പം എന്തർത്ഥത്തിൽ മനസ്സിലാവൂല എന്ന് പറഞ്ഞത്? ഏയോ പരീക്ഷണത്തിന്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞല്ലോ ഇതിൽ എന്താ പറയുക ജെന്യൂനിറ്റി ഇല്ല. എന്താ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്? വെറുതെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു പറ്റൂല എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല. അതായത് അല്ല, എനിക്കും അറിയില്ല കേട്ടോ സംഭവം അങ്ങനെ പറ്റൂലെന്ന്. ഞാൻ വെറുതെ അപ്പോൾ സംഭവം എങ്ങനെയാ വെച്ചാൽ ഇപ്പം ഈ AI കാര്യത്തിൽ ഇപ്പോൾ ചൈന മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓർക്ക് ഗുണം ചെയ്യുന്ന രൂപത്തിലാണ്. അപ്പം മിക്കവാറും ഇപ്പോൾ ചൈന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തിട്ടോ, കാരണം ഓർക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലാവൂലേ അല്ലേ? എന്ത് പറഞ്ഞാലും ആ ശരിയാണ്, അത് അങ്ങനെ ഇങ്ങനെ ഒക്കെ താങ്ങി പിടിച്ച് നിന്നുകൊണ്ട് മേ ബി അങ്ങനെ ആയിരിക്കാം അല്ലേ? ഇവർക്ക് ചടച്ച്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഞാൻ വെറുതെ പറയും, പറഞ്ഞൊക്കെ ശരിയാണ്. കാരണം ജെന്യൂനിറ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ചൈന ഓർക്ക് മാക്സിമം ഗുണം ചെയ്യുന്ന രീതിയിലാണ് കോണ്ടൻറ്റ്സ് ഇറക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു AI കോണ്ടൻറ്റ് വെച്ചിട്ട് ഇലക്ഷൻ മൊത്തത്തിൽ സ്വാധീനിക്കാൻ പറ്റില്ല എന്നൊരു കാര്യമുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് വീഡിയോസ്, ഓഡിയോസ്, മീംസ് ഒക്കെ വെച്ചിട്ട് ചൈന വലിയ രീതിയിലുള്ള ഒരു പരീക്ഷണം തന്നെ നടത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ആളുകളോട് പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ AI കുറിച്ച് ഒരു കാര്യം അറിയാത്ത ഒരാളോട് ഞാൻ ചെന്ന് പറയുകയാണ് ഇങ്ങനെ ചൈന AI കോണ്ടൻസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരിത് വിശ്വസിക്കുമോ? അതെങ്ങനെ എനിക്ക് വിശ്വസിക്കില്ല അറിയണത്? അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ വിശ്വസിക്കില്ലേ? എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ ഹിബനെ പോലുള്ള ആളുകളോട് ചെന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്നോടിപ്പോൾ ഞാൻ എന്താ പറയുക, ഫസ്റ്റ് വിശ്വസിക്കോ? അതാ വിശ്വസിക്കും. വിശ്വാസം അതൊക്കെയാണല്ലോ എല്ലാം. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കേ. സംഭവം പത്രമുള്ളൂ. അതായത് AI കോണ്ടൻസ് വെച്ചിട്ടാണ് ഇനി എലക്ഷനിൽ ചൈന വൻ കളി കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എലക്ഷനിൽ എന്തൊക്കെ സംഭവിക്കുന്നതൊക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.